വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെമിനിസ്റ്റും ഇന്ത്യൻ പോയറ്റും ക്രിട്ടിക്കുമായിട്ടുള്ള യൂനിസ് ഡിസൂസയുടെ ബിക്വസ്റ്റ് എന്ന കവിതയാണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ബിക്വസ്റ്റ് എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക എന്നാണ് അർത്ഥം. മനുഷ്യത്വത്തിനു വേണ്ടി യേശു ക്രിസ്തു സ്വയം ത്യാഗം ചെയ്തതുപോലെ ഒരു സ്ത്രീ തന്റെ പങ്കാളിക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളാണ് ഈ കവിതയുടെ തീം. 5 സ്റ്റാൻസകളിലായി ഇറഗുലർ ഫോമിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ തന്നെയാണ് ഈ കവിതയുടെ സ്പീക്കർ. അതുപോലെ അവളുടെ കാഴ്ചപ്പാടിലാണ് ഈ കവിത മുഴുവൻ രചിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു തന്റെ രക്തം വാർന്നൊലിക്കുന്ന ഹൃദയം പിടിച്ചു നിൽക്കുന്ന ചിത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ഈ കവിതയുടെ പ്രധാന തീം ത്യാഗം അഥവാ സാക്രിഫൈസ് തന്നെയാണ്. അത് കവിതയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാനും സാധിക്കും. രക്തം വാർന്നൊലിക്കുന്ന യേശുവിന്റെ ഈ ചിത്രം എല്ലാ വീടുകളിലും കാണാൻ സാധിക്കും. ആ ചിത്രം മനുഷ്യർക്കു വേണ്ടി യേശുവിന്റെ ത്യാഗങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ആ ചിത്രം സ്പീക്കറിന് താല്പര്യമില്ലാത്ത ഒന്നായിരുന്നു. അതിനുള്ള കാരണം എന്താണ്? പുരുഷാധിപത്യം മൂലം സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളുമായി ഈ ആശയത്തെ അവൾ ബന്ധപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ അവൾക്ക് താല്പര്യമില്ലായിരുന്നത്. യേശുവിനെ പോലെ തന്നെ മനുഷ്യരോട് സത്യസന്ധത പുലർത്തുന്നവളായിരുന്നു സ്പീക്കർ. പക്ഷെ ഒരാളോടൊഴികെ. ആരായിരുന്നു അത്? ഹെയർ ഡ്രസ്സറോട് അവൾ സത്യസന്ധത പുലർത്തിയിരുന്നില്ല. ഇവിടെ വെറും ഒരു ഹെയർ ഡ്രസ്സറോട് എന്തിന് സത്യസന്ധത പുലർത്താതിരിക്കണം എന്ന ചിന്ത നമ്മളുടെ മനസ്സിലോട്ട് വന്നേക്കാം. അതിനുവേണ്ടി കവിതയിൽ പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകളാണ് സർക്കാസം, അതുപോലെ ആന്റി ക്ലൈമാക്സ് എന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസയിൽ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുകയാണ് സ്പീക്കർ. സമൂഹത്തിൽ നിന്നുള്ള അടിച്ചേൽപ്പിക്കലിന്റെ ആഴം മനസ്സിലാക്കാനും വേണ്ടി ഇവിടെ യേശുവിന്റെ തന്നെ വരികൾ കടമെടുക്കുകയാണ് സ്പീക്കർ. നിന്റെ വഴിയിൽ വരുന്നതെല്ലാം നല്ലതോ ചീത്തതോ ആകട്ടെ, ഒരു എതിർപ്പും കൂടാതെ നീ അതിനെ സ്വീകരിക്കുക എന്ന വാക്കുകളെ പെട്രാർക്കൽ സൊസൈറ്റിയുടെ സ്വരം അഥവാ സിംബൽ ആയിട്ടാണ് കവിതയിൽ സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തെ സ്റ്റാൻസയിൽ വോയിസ് വുമൺ എന്ന് വിളിച്ചു കേൾക്കാനുള്ള ആഗ്രഹത്തെ പ്രകടമാക്കുകയാണ് സ്പീക്കർ. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ അന്ധമായി പുഞ്ചിരിക്കുന്നവരാണ് വോയിസ് വുമൺ. വികാരങ്ങളില്ലാതെ എപ്പോഴും പുഞ്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പൂക്കളെ പോലെയാണ് സ്ത്രീകൾ അവർക്ക്. ഈ വ്യാജ പുഞ്ചിരിക്കു പിറകിൽ യഥാർത്ഥ വികാരങ്ങൾ മറയ്ക്കുകയാണ് സ്ത്രീ സമൂഹം. ഇനി അവസാന സ്റ്റാൻസയിലോട്ട് കടക്കുമ്പോൾ താൻ ഒരു ചാരിറ്റി നൽകാൻ പോവുകയാണെന്ന് അനൗൺസ് ചെയ്യുകയാണ് സ്പീക്കർ. ഈ ചാരിറ്റി യേശുവിന്റെ ത്യാഗം പോലെ മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് സ്വന്തം ഹൃദയത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നീട് സ്പീക്കർ തന്റെ ഹൃദയത്തെ സ്പെയർ കിഡ്നിയുമായി കമ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാ വേദനകളുടെയും ഉറവിടം ഹൃദയമായതിനാൽ അത് ത്യജിക്കാൻ അവൾ തയ്യാറാവുകയാണ്. കാരണം അവളുടെ ഹൃദയം ഇടിക്കുന്നിടത്തോളം കാലം സമൂഹം തന്നോട് ചെയ്ത ദുരനുഭവങ്ങൾ അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപരിചിതരല്ല, മറിച്ച് പ്രിയപ്പെട്ടവർ തന്നെയാണ് ഓരോ മുറിവുകളും ഏൽപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് പകരം ശത്രുവിന് തന്റെ ഹൃദയം നൽകാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. സോ ഇതാണ് ബിക്വസ്റ്റ് എന്ന യൂനിസ് ഡിസൂസയുടെ പോയത്തിന്റെ സമ്മറി. സോ ഇനി നമുക്ക് ഇതിലെ കീ തീംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇതിൽ വരുന്ന 3 മെയിൻ തീംസുകളാണ്. ഒന്ന് പെട്രാർക്കി, സെക്കൻഡ് വൺ വുമൻഹുഡ്, ആൻഡ് തേർഡ് വൺ ഈസ് കൺവെൻഷൻ ആൻഡ് ഇൻഡിവിജ്വലിസം. സോ ഇതൊക്കെയാണ് ഈ പോയത്തിലെ മെയിൻ തീംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പോയത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് എസ്സേയോ സമ്മറിയോ അതോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമന്റ് ബോക്സ്. സോ നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, please consider supporting. Thank you for watching.